ഓക്കെ. അപ്പൊ നമുക്കറിയാം ലൈക്ക് ഇന്നത്തെ സെഷൻ ഇന്റൻഷണൽ ഹാബിറ്റ് ആണ്. അപ്പം ഹാബിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മള് കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളില് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തു നോക്കിയാലോ എന്നുള്ള രീതിയിൽ ഒരുപാട് നല്ല തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട്. പക്ഷെ പല സമയത്തും നമ്മള് ചിലപ്പം എന്ത് ചെയ്യില്ല, ചെയ്തു തുടങ്ങൂല നല്ല കാര്യം. ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, ചെയ്തു തുടങ്ങും, പക്ഷെ 2 ദിവസത്തിൽ എന്ത് ചെയ്യും, അത് അവസാനിപ്പിക്കും. ഈവൻ നമ്മുടെ ഇപ്പം ഇത്രയും സെഷൻസിൽ നിങ്ങൾ ചെയ്ത പല ടാസ്കുകൾ ചിലപ്പോൾ അങ്ങനെ എൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പം ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ് പ്രശ്നം. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഏതൊരു ടാസ്കും നമ്മൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് എന്ത് ചെയ്യും, കൊണ്ടുവരുന്നുള്ളതാണ്. ഓക്കെ. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ നമ്മളൊരു ഹാബിറ്റ് ആക്കി മാറ്റണം. ഓക്കെ. അതിനൊരു ശീലമാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റണം. കാരണം നമുക്ക് എന്തുകൊണ്ടാണ് പല ടാസ്കുകളും ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ ശത്രു എന്നറിയോ? നമ്മൾ തന്നെയാണ്. അതായത് നമ്മളുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് റിപ്പീറ്റഡ് ആയിട്ട് നമ്മള് ഒരു കാര്യം അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അല്ലാത്തതിനൊക്കെ എന്ത് ചെയ്യും, അത് തള്ളും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നാളെ നമുക്ക് നേരത്തെ എണീക്കണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, നമ്മുടെ ബ്രെയിൻ ആണെങ്കിലും നമ്മുടെ ബോഡി ആണെങ്കിലും അതിന് അത് ശീലമില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മള് ആഹ് അത്രയും ഉറപ്പിച്ച തീരുമാനം അല്ലെങ്കിൽ എന്തുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ എന്ത് ചെയ്യും, അതിനെ സ്വീകരിക്കൂല. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യും, ആ സമയമാകുമ്പോൾ നമ്മൾ ചിലപ്പം അലാറം വെച്ചിട്ടൊക്കെ അറിയുമെങ്കിൽ കൂടിയും ബ്രെയിൻ എന്ത് ചെയ്യും, ആ സമയത്ത് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. ബോഡി ആണെങ്കിലും ആ ഒരു കംഫർട്ടാണ് നമുക്ക് തരിക. ഓക്കെ. ആ ഒരു ഉറക്കത്തിന്റെ ഒരു കംഫർട്ട് എന്ത് ചെയ്യും, ആ സമയത്ത് നമുക്ക് തരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോ നമ്മൾ അത്രയും തീരുമാനിച്ചുറപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ അതിനെ മറികടക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് അത് ഉറങ്ങി പോകുന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്കുള്ള എല്ലാ തടസ്സങ്ങളും ഉള്ളത്. ഓക്കെ. നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ഏത് രീതിയിലാണ് നമ്മൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പോകാനാണ് ഇഷ്ടം. ഓക്കെ. നമ്മുടെ ബ്രെയിനിന് എപ്പോഴും, ബോഡിക്കാണെങ്കിൽ എപ്പോഴും കംഫർട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയൊരു ശീലം അല്ലെങ്കിൽ പുതിയൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തുടങ്ങാനായിട്ട് പറ്റില്ല. ഇനി തുടങ്ങിയാലും എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി ബ്രെയിനൊക്കെ എന്ത് ചെയ്യും, ഇത് വേണ്ട, ഇങ്ങനെ ചെയ്യണ്ട, ഇത് ഡിസ്കംഫർട്ട് ആണ് എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് ആണ് എന്ത് ചെയ്യുക, നമുക്ക് തരിക. ഓക്കെ. അപ്പോ ഇതിനെ നമുക്ക് മറികടക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ബോഡിയുടെയും നമ്മുടെ മൈൻഡിന്റെയും ഈ തടസ്സത്തിനെ നമുക്ക് മറികടക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താണ്, നല്ല ശീലങ്ങളാണ്. ഓക്കെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡീനെയും മൈൻഡിനെയും എന്ത് ചെയ്യണം, നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കണം. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബോഡി ആണെങ്കിലും നമ്മുടെ മൈൻഡ് ആണെങ്കിലും അത് നമ്മളെ കൺട്രോൾ ചെയ്യരുത്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യണം. ബോഡിയും മൈൻഡും നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. 100 സന്തോഷം ഒരു ദിവസം ഉണ്ടായാലും ഒരു ദുഃഖം വരുമ്പം നമ്മളുടെ ഇത് മൊത്തത്തിൽ ഡൗൺ ആവുന്നുണ്ടെങ്കിൽ ആക്ച്വലി മൈൻഡ് നമ്മളെയാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു സങ്കടം കാണിച്ചിട്ട് കണ്ടോ, നിന്റെ ലൈഫിൽ സംഭവിച്ചത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് മൈൻഡ് എന്ത് ചെയ്യാണ്, ആ ഒരു സങ്കടം കാണിച്ചു തന്നിട്ട് ആ ദിവസം തന്നെ എന്താണ്, നമ്മൾ ഡൗൺ ആക്കും. ഓക്കെ. അപ്പം ആക്ച്വലി നമ്മുടെ കൺട്രോളിലാണെങ്കിലോ നമ്മൾ എന്താ ആലോചിക്കുക, ഒരു സങ്കടമല്ലേ ഉണ്ടായിട്ടുള്ളൂ, 100 നല്ലതൊക്കെ ഇന്ന് ഉണ്ടായല്ലോ. ഓക്കെ. അതല്ലേ ഞാൻ ആലോചിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ഏറ്റെടുക്കും. പക്ഷെ പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ മൈൻഡാണ്. ഓക്കെ. നമ്മുടെ ബോഡിയാണ്. ഓക്കെ. അപ്പം അങ്ങനെ ആവുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടുകൾ, സഫറിങ്സ്, ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിനെയും മൈൻഡിനെയും കൺട്രോൾ ചെയ്യുന്നവരായിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ പറ്റും. ഇവൻ എത്ര ബുദ്ധിമുട്ടായാൽ കൂടിയും അതിലൊക്കെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡീനെ നമ്മുടെ കൺട്രോളിൽ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, നമ്മൾ ഹാബിറ്റ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ലൈഫിൽ നല്ല ഹാബിറ്റ്സുകൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നല്ല ഹാബിറ്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പം നമ്മള് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഓക്കെ, അതിന് സൊല്യൂഷൻ ഒരു ഹാബിറ്റിൽ ഉണ്ടാവും.
ഓക്കെ, ഓരോ പ്രശ്നത്തിന്റെയും സൊല്യൂഷൻ ഒരു ഹാബിറ്റിൽ ഉണ്ടാവും. അതായത് നിങ്ങളുടെ ഇപ്പം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയൊരു ഹാബിറ്റ് തുടങ്ങലായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ആഹ് എന്ത് ചെയ്യാണ്, ഒന്നിനും സമയം കിട്ടുന്നില്ല, ദിവസം ഭയങ്കര തിരക്കാണ്, ഒന്നും നടക്കുന്നില്ല, എന്ത് ചെയ്താലും കംപ്ലീറ്റ് ആവുന്നില്ല എന്ന രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മള് അവിടെ തുടങ്ങേണ്ട ഒരു ഹാബിറ്റ് ഒരുപക്ഷെ നേരത്തെ ഇപ്പൊ എണീക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നേരത്തെ എണീറ്റ് തുടങ്ങുന്ന ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് എല്ലാത്തിനും സമയം കിട്ടുകയും ചെയ്യും. കാരണം നമ്മൾ നേരത്തെ എണീക്കുന്ന സമയത്ത് നമുക്കറിയാം മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ടൈമാണ്. അപ്പൊ അത് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. എന്നാൽ നൈറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവനിങ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആക്ച്വലി ഈ സൂര്യന്റെ ഈ ചലനം അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ബോഡിയും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സൂര്യൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി എന്ത് ചെയ്യും, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ടയേർഡ് ആവും. ഇനി ഉറങ്ങണം എന്നുള്ള മെസ്സേജ് ഒക്കെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ബോഡിക്ക് ആ സമയത്ത് കിട്ടുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈവനിങ് ടൈം നമുക്ക് കൂടുതലും ടയേർഡ് ആയിട്ടുള്ള സമയമായിരിക്കും. ഒരു ചെറിയ കാര്യം ചെയ്യാൻ ചിലപ്പോൾ കുറെ സമയം നമുക്ക് വേണ്ടി വരും ആ സമയത്ത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എണീറ്റിട്ട് നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദിവസമായിട്ട് എന്ത് ചെയ്യും, ആ ദിവസം മാറുന്നതാണ്. ഇതുപോലെ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഫേസ് ചെയ്യുന്നത്, ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഏതെങ്കിലും ഒരു ഹാബിറ്റ്, ഒരു ശീലം പുതിയതായിട്ട് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പുതിയൊരു വേ ഓഫ് നമുക്ക് ഇങ്ങനെ പുതിയ ശീലങ്ങൾ തുടങ്ങാനുള്ള ഒരു, അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആദ്യം ഇതിന്റെ കുറച്ച് സ്ലൈഡ് നമ്മുടെ ഹാബിറ്റ്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട്, നമ്മുടെ ശീലങ്ങളുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടുള്ള കുറച്ച് സ്ലൈഡ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ആൻഡ് ഷുവർലി യുവർ ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. ഓക്കെ, നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റൂല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഹാബിറ്റുകൾ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഹാബിറ്റുകൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് പതിയെ പതിയെ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ഫ്യൂച്ചറും ചേഞ്ച് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇതെന്റെ വിധിയാണ്, ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ, നമ്മളുടെ ഹാബിറ്റ്സുകൾ പതിയെ പതിയെ നമുക്ക് പറ്റുന്ന രീതിയിൽ ചേഞ്ച് ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പറ്റും, നമുക്ക് തന്നെ മനസ്സിലാവും എന്ത്, ഇതൊക്കെ എനിക്ക് പോസിബിൾ ആയിരുന്ന കാര്യമായിരുന്നില്ലേ എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഓരോ ഹാബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യും തോറും എന്ത് ചെയ്യും, നമ്മൾ സക്സസിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന് പറയുന്ന വേറൊരു കോഡ്സ് ഉണ്ട് ഇവിടെ. യു വിൽ നെവർ ചേഞ്ച് ഓഫ് യുവർ ലൈഫ് അൺടിൽ യു ചേഞ്ച് സംതിങ് യു ഡു ഡെയിലി. അതായത് നമ്മൾ ദിവസം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്താലല്ലാതെ നമ്മളുടെ ലൈഫിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഓക്കെ, നമുക്ക് ഈ ടാസ്കുകളുടെ കാര്യം തന്നെ അറിയാം. ഞാനിപ്പം ഇപ്പൊ 7ഓളം ക്ലാസ്സുകൾ നമ്മുടെ കഴിഞ്ഞു. ഇതിൽ ഒരുപാട് ടാസ്കുകളെ തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് ടാസ്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ഓക്കെ, കാരണം നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു കംഫർട്ട് പൊളിയുന്നത് അതിന് ഇഷ്ടമല്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല, നമ്മളെ കൊണ്ട് ടാസ്കുകളോ പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് അത് സമ്മതിക്കില്ല. പക്ഷെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്ത് വന്നിട്ട് ഒരു ഹാബിറ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റിയാൽ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയാം. ഓക്കെ, ഇനി അടുത്തൊരു കോട്ടാണ്, സക്സസ്ഫുൾ പീപ്പിൾ ആർ സിംപ്ലി ദോസ് വിത്ത് സക്സസ്ഫുൾ ഹാബിറ്റ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാബിറ്റ് ഉള്ളവരെയാണ് എന്തായിട്ട് മാറുക, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാബിറ്റ് സക്സസ്ഫുൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യും, സക്സസ് ആവുന്നതാണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു സംഭവം, നമ്മൾ വലിയ വലിയ സ്റ്റെപ്പ് എടുക്കുന്നതല്ല കാര്യം, ദിവസവും ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കുന്നതിലെ കാര്യം. ഓക്കെ, അതിൽ കൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും ഷോർട്ട് കട്ട് എടുക്കാനാണ് ശ്രമിക്കാം. പകരം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ദിവസം എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും, ഗ്രാജുവലി എന്ത് ചെയ്യും, അത് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഹാബിറ്റ്സ് ഉള്ളത്, എങ്ങനെയാണ് നമുക്കതിനെ ഒരു നമ്മളുടെ ഇപ്പം ബുദ്ധിമുട്ടുള്ള കാര്യത്തിന് എങ്ങനെയാണ് നമുക്ക് പിന്നീട് ഈസി ആക്കാൻ പറ്റുക, എത്ര സമയമാണ് നമുക്കൊരു കാര്യം ഹാബിറ്റ് ആയിട്ട് മാറണമെങ്കിൽ ആവശ്യമുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്,
ഇപ്പം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇൻ കേസ് നമ്മളുടെ ഈ ഒരു സെഷൻ ഇടയ്ക്ക് വെച്ച് വൈൻഡപ്പ് ആവുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ഒരു ലിങ്കും കൂടി ഇടാം. ഓക്കെ, കാരണം ചെറിയൊരു ട്രബിൾ ഷൂട്ട് സൂമിനുണ്ട്. ഓക്കെ, അപ്പം ഇൻ കേസ് അത് വൈൻഡപ്പ് ആവുകയാണെങ്കിൽ ചെറിയൊരു ലിങ്ക് കൂടി ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഓക്കെ, അപ്പം ഓക്കെ, അപ്പൊ നമ്മൾ ഹാബിറ്റിന്റെ ഒരു സ്റ്റോറി പറയാം. ഓക്കെ, നമ്മൾ ഹാബിറ്റ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മള് ഞാൻ പറഞ്ഞു നിങ്ങളോട്, നമ്മൾ എന്തൊരു പുതിയ കാര്യം ചെയ്യുന്ന സമയത്തും എന്തുകൊണ്ടാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റാത്തത്, അല്ലെങ്കിൽ തുടർന്ന് പോകാനായിട്ട് പറ്റാത്തതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള വില്ലൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. മൈൻഡ്, ബോഡി ഒക്കെയാണ്. ഓക്കെ, അതിന്റെ കംഫർട്ട് പോകുന്നത് അതിന് ഇഷ്ടമല്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടെന്നാണ് എന്ത് ചെയ്യുള്ളൂ ഇവര് പറയുള്ളൂ. പക്ഷേ ഒരു ഹാബിറ്റ് നമ്മൾ വളരെ ഡിറ്റർമിനഡ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോഡിയുടെയും മൈൻഡിന്റെയും ഒക്കെ എതിർപ്പിനെ മറികടന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്കറിയാം, ഒരു പക്ഷേ നമ്മൾ നാളെ ടൂറ് പോവാണ്, കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ ഒക്കെ ടൂറ് പോവാണെന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ, നാളെ പുലർച്ചെ 4 മണിക്ക് ടൂർ പോവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത്രയും ദിവസം 6 മണിക്ക് എണീക്കാൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഈ ടൂർ പോവാന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 2 മണിക്ക് എണീറ്റ് വെക്കും, 3 മണിക്ക് എണീറ്റ് വെക്കും, 3:30-ക്ക് എണീറ്റ് വെക്കും, 3:50-ന് എണീറ്റ് വെക്കും. എല്ലാ സമയത്തും എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഈവൻ അലാറം കൂടി ഇല്ലാതെ എന്ത് ചെയ്യും, നമ്മൾ എണീക്കും. 4 മണിക്കായിരിക്കും അലാറം വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതിന് മുന്നേ 3-4 പ്രാവശ്യം നമ്മൾ എണീച്ചിട്ടുണ്ടാവും. അതിന് കാരണം എന്താ, നമുക്ക് അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് വളരെ ഡിറ്റർമിനന്റ് ആയിട്ട് നമുക്ക് ഒരു സംഭവമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ എണീക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നാളെ എക്സാം ആണ്, പരീക്ഷയാണ്. അപ്പൊ നാളെ പരീക്ഷയാണ്, അപ്പം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അപ്പൊ നാളെ പുലർച്ചെ എണീറ്റിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പം എന്ത് ചെയ്യാം, ഇന്ന് നേരത്തെ കിടന്നിട്ട് നാളെ 4 മണിക്ക് എണീറ്റിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഒന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരുപാട് ഫിയേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു ഡിറ്റർമിനേഷൻ വരും, എന്തായാലും നാളെ 4 മണിക്ക് എണീക്കണം, അല്ലെങ്കിൽ എന്തായാലും എക്സാമിൽ പൊട്ടും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു പേടിയിൽ നിന്ന് വരുന്ന ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് എന്ത് ചെയ്യും, ഒരു എന്തായാലും എണീക്കണം എന്നുള്ള ഒരു സംഭവത്തിൽ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, 3:50-ന് എണീക്കും. അല്ലെങ്കിൽ 4 മണിക്ക് അലാറം അടിച്ചാൽ എന്ത് ചെയ്യും, നമ്മളവിടെ മുന്നത്തെ പോലെ കുറച്ചും കൂടി ഉറങ്ങട്ടെ എന്നുള്ള രീതിയിൽ ഓഫ് ആക്കാനൊന്നും നമ്മൾ നിൽക്കില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു എക്സാം ആണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചാടി എണീക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വളരെ ഡിറ്റർമിനഡ് ആയിട്ട് നമ്മൾ വിചാരിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമ്മളുടെ ബോഡിയുടെ കംഫർട്ടിനെ, നമ്മുടെ ബ്രെയിനിന്റെ കംഫർട്ടിനെ എന്ത് ചെയ്യാൻ പറ്റും, മറികടന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇൻട്രസ്റ്റ് വേണമെന്നില്ല. ഓക്കെ, രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതിൽ നമുക്ക് ഇൻട്രസ്റ്റ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം നമുക്ക് അതിനോണ്ട് എന്ത് ഗുണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പം ഒരു ഇൻട്രസ്റ്റ് തോന്നണമെന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിറ്റർമിനന്റ് ആവണം. അതായത് നിശ്ചയദാർഢ്യം വേണം, ഉറപ്പിച്ച തീരുമാനം നമ്മൾ എടുക്കുക. നമുക്ക് പറ്റും അത്. ഓക്കെ, നമ്മൾ ഉറപ്പായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് അതിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റും. ഈ ഉറച്ച തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നേരത്തെ എണീക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ നിങ്ങള് ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോയിട്ട് ഒരു 21 ദിവസം ആകുമ്പോൾ, ഓക്കെ, ഇതില് കണക്ക് പറയുന്നത് 21 ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ നാച്ചുറൽ ആയിട്ട് നിങ്ങൾ എണീക്കുന്നതാണ്. ഓക്കെ, അതായത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത്രയും ഉറച്ച തീരുമാനം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യും, ഒരു നിങ്ങൾ ഈവൻ അലാറം വെച്ചാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, നിങ്ങൾ ആ സമയത്ത് എണീറ്റ് തുടങ്ങുന്നതാണ്. ഓക്കെ, ഞാനിവിടെ നേരത്തെ എണീക്കുന്നതാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതെങ്കിൽ കൂടിയും ഇത് എല്ലാ കാര്യത്തിലേക്കും അപ്ലിക്കബിൾ ആട്ടോ, എല്ലാ ഹാബിറ്റ്സിലേക്കും എന്താണ് അപ്ലിക്കബിൾ ആണ്. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് മാത്രം പറയാന്ന് മാത്രം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഏതൊരു കാര്യത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ, ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരത്തെ അല്ലെങ്കിൽ ഏതൊരു ഹാബിറ്റ് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും, അത് തുടരാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ഒരു 21 ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഈസി ആയിട്ട് മാറും. അതായത് പിന്നെ നമുക്ക് ഈ ബോഡിയുടെയും മൈൻഡിന്റെയും ഒന്നും ഡിസ്കംഫോർട്ട് നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അവരെന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരായിട്ട് മാറുന്നുള്ളതാണ്. ഓക്കെ, 21 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ നമുക്ക് എന്താ കൂളായിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റും. ഇങ്ങനെ പിന്നെയും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ഒരു 100 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് നമ്മളായിട്ട് മാറുന്ന പറയുന്നത്. ഓക്കെ, ഒരു ഹാബിറ്റ് നമ്മളായിട്ട് മാറും. അതായത് ഇപ്പം നമുക്കറിയാലോ, ഇപ്പം രാവിലെ നമ്മൾ പല്ല് തേക്കുന്നുണ്ട്, ഇത് നമ്മൾ അറിയുന്ന പോലും ഇല്ല. നമ്മൾ എണീറ്റിട്ട് നേരെ എന്ത് ചെയ്യുന്നു, പല്ല് തേച്ച് വരുന്നു,
ഓക്കെ. പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇതൊക്കെ നമ്മളായിട്ട് മാറിയിട്ടുള്ള ഹാബിറ്റ്സുകളാണ്. ഓക്കെ. അപ്പം ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ടേ അല്ല. നമുക്ക് അതിനെ പറ്റി ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കേണ്ട ആവശ്യം പോലുമില്ല. നമ്മൾ പോലും ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പം ഒരു 100 ദിവസം ആവുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യും? 100 ദിവസം കഴിയുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഭാഗമായിട്ട് അത് മാറും. ഏതൊരു ശീലമായിക്കോട്ടെ. നമ്മളിപ്പം പല്ല് തേക്കുന്നത് പോലെ നമ്മള് ഭക്ഷണം കഴിക്കുന്നത് പോലെ എന്ത് ചെയ്യും? അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. ഓക്കെ. നമ്മുടെ ഭാഗമായിട്ട് മാറും. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? നമ്മളത് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. നിങ്ങൾ പല ലീഡേഴ്സിനൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാല് അവര് ഒരു വേദിയിൽ പോയിട്ട് പ്രസംഗിക്കുന്നത് ഓക്കെ. അല്ലെങ്കിൽ വലിയ വലിയ ഒരു വലിയ ക്രൗഡിന്റെ ഇടയിൽ നടന്നു പോകുന്നതൊക്കെ വളരെ കൂളായിട്ടായിരിക്കും. ഓക്കെ. പക്ഷെ നമ്മളെ അവിടെ സങ്കല്പിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്നെ നോക്കുകയാണല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലാണ് നമുക്ക് തോന്നുക. അപ്പൊ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കത് ഒരു ഹാബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. അതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊസസ്സായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കാറുണ്ട് വലിയ വലിയ ആൾക്കാര് പ്രസംഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്ടേഴ്സ് ഒക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു കൂളായിട്ട് എന്ത് ചെയ്യും? വലിയ ഓഡിയൻസിന് മുന്നിലൊക്കെ സംസാരിക്കും. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ പറ്റി ആലോചിക്കും. നമ്മളാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ. ഒക്കെ ഒരു തമാശ പറയുമ്പോ എത്ര ബുദ്ധിമുട്ടായിരിക്കും. ആൾക്കാർക്ക് അത് കണക്റ്റ് ആവോ ഇല്ലേ എന്നുള്ള തോട്ടുകളൊക്കെ നമ്മുടെ ഉള്ളിൽ വരാം. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഇത് വളരെ കൂളായിട്ട് നാച്ചുറൽ ആയിട്ട് വരുന്നത്? കാരണം എന്ന് വെച്ചാൽ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് അവരുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് അതെന്താണ് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്കാൻ പറ്റും. ഓക്കെ. നമ്മുടെ ലൈഫിൽ എന്തൊരു സംഭവം ആയിക്കോട്ടെ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിലേക്ക് ആക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കില് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആദ്യം ഒരു ഹാബിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അതിനെ ആദ്യം നമ്മള് ഒരു ഹാബിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അപ്പം ഇങ്ങനെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് പതുക്കെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? എലിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉയർന്ന് ഉയർന്ന് വരികയാണ് ചെയ്യുക. പിന്നെ നമുക്ക് ഇപ്പം വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന കാര്യം പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിലേക്ക് നമ്മൾ എത്തുന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് എന്ത്? ഒരു ഹാബിറ്റ്സിന്റെ ഫോർമേഷൻ. ഓക്കെ. അപ്പം ആദ്യം ഒരു നമുക്ക് ആദ്യത്തെ 3 ദിവസം 4 ദിവസമായിരിക്കും ഏറ്റവും ഹാർഡായിട്ട് ഏതൊരു ഹാബിറ്റ് തുടങ്ങുകയാണെങ്കിലും ആദ്യത്തെ 4 ദിവസമായിരിക്കും 5 ദിവസമായിരിക്കും ഏറ്റവും ഹാർഡായിട്ടുണ്ടാവുക. ഓക്കെ. അതിന് നമ്മൾ മറികടക്കുന്നത് വരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം കൊടുക്കുക. ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റഡ് ആവും. ഇത് ഓക്കെ ആണെന്നുള്ള രീതിയിലാവും. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഡിറ്റർമിനേഷൻ കീപ്പ് ചെയ്യാം. അങ്ങനെ 21 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് വന്നിട്ടുണ്ടാവും. അതായത് നമുക്ക് വലിയ എഫേർട്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അലാറം വെക്കാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ എണീക്കുന്ന രീതിയിലാവും. ഓക്കെ. ഇത് നമ്മളൊരു 100 ഡേയ്സ് വരെയൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമ്മളുടെ എന്താണ് റൂട്ടീൻ എന്തായിരിക്കും? രാവിലെ 5 മണിക്ക് എണീക്കുക. രാത്രി 10 മണിക്ക് എണീക്കുക എന്നുള്ള റൂട്ടീനിലേക്ക് നാച്ചുറൽ ആയിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? അങ്ങനെ മാറിയിട്ടുണ്ടായിരിക്കും. പല ആൾക്കാരും ഇത് നോക്കിയിട്ട് നടക്കാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യത്തെ 1 2 ദിവസം ചെയ്യും. ഇപ്പൊ നമുക്ക് ന്യൂ ഇയർ അറിയാം അല്ലെ? ന്യൂ ഇയറിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആലോചിക്കുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസം എന്ത് ചെയ്യും? നമുക്ക് ഡിറ്റർമിനേഷൻ കിട്ടും. കാരണം എന്താ? ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ബ്രെയിനിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ സുഖമാണ്. ഓക്കെ. ന്യൂ ഇയർ ആണ്. ഈ ഇയർ എങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇയർ അല്ലേ? നമുക്ക് നന്നാവാൻ പറ്റിയ സമയമാണ് എന്നുള്ള രീതിയിൽ ബ്രെയിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ന്യൂ ഇയറിന് ഒരാഴ്ചയൊക്കെ നമ്മൾ ആ നല്ല ശീലങ്ങളൊക്കെ തുടങ്ങി പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ദിവസം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? തെറ്റിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ബ്രെയിൻ നമ്മളെ കൺവിൻസ് ചെയ്യും. അതായത് പോയി. ഓക്കെ. അത് പോയി. നമ്മുടെ കയ്യിലുള്ള ആ ശീലം പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണ്ട? റീസ്റ്റാർട്ട് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ബ്രെയിൻ നമ്മളെ കൺവിൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? പിന്നെ അത് തുടരില്ല. ഓക്കെ. അപ്പൊ എപ്പോഴാണോ ബ്രെയിന് നമ്മളെ അല്ലെങ്കിൽ മൈൻഡ് നമ്മുടെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് നമ്മളുടെ ഹാബിറ്റ്സുകളെ തെറ്റിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ജീവിതം നമ്മൾ തെന്നി മാറും. ഓക്കെ. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മളുടെ മൈൻഡിനെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെങ്കിലും ആക്കാൻ പറ്റും. നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങളുടെ ഡ്രീംസോ അത് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. പല ആൾക്കാരും ഇതെന്റെ വിധിയാണ് എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്നുള്ള ലിമിറ്റ് അവർ തന്നെ വെക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് അവര് ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ പലപ്പോഴും കിട്ടാതെ അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് കിട്ടാത്തത്. എന്നാൽ അവരെന്ത് ചെയ്യാണ്? എന്റെ മൈൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനാണ് എന്റെ ഒരു ജീവിതം തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിൽ മൈൻഡിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പരിവപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അറിയോ? നമുക്ക് ഏത് തരത്തിലുള്ള ജീവിതമാണോ നമുക്ക് വേണ്ടത് അതിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അതിന് നമുക്ക് ഹെൽപ്പ് ആവുന്ന ഒരു കാര്യമാണ് ഹാബിറ്റ്. ഓക്കെ. നമ്മുടെ ഹാബിറ്റ്. ഓക്കെ. ഓരോരോ ഹാബിറ്റ് എന്ത് ചെയ്യാം? നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്.
ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾക്ക് ഇനിയിപ്പം ഒരു 10 ദിവസം ഉണ്ടല്ലോ. ഓക്കെ. നമുക്ക് ന്യൂ ഇയർ ആവാനായിട്ട് 10 ദിവസമുണ്ട്. ഓക്കെ. ഇന്നത്തെ കൂടി നോക്കുകയാണെങ്കിൽ 11 ദിവസമുണ്ട്. ഈ 10 ദിവസത്തേക്ക് നമ്മളൊരു ഹാബിറ്റ് എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ഓരോ ദിവസത്തിലേക്കും ഒരു ഹാബിറ്റ് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആഹ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം പെട്ടെന്ന്. ഒരു 5 കാര്യങ്ങൾ മതി. ഓക്കെ. ഏതെങ്കിലും 5 പ്രശ്നങ്ങൾ. ഓക്കെ. അതെന്ത് ചെയ്യാം? ലിസ്റ്റ് ഡൗൺ ചെയ്യാം. 5 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യട്ടോ. നമ്മൾക്കിപ്പം സമയം കിട്ടുന്നില്ല എന്നോ, അല്ലെങ്കിൽ ഹെൽത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ടോ, ഓക്കെ, അങ്ങനെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത്, അത് നിങ്ങൾ എന്ത് ചെയ്യാം? അവിടെ എഴുതാം. ആദ്യം അത് എഴുതാം. മൈ പ്രോബ്ലംസ്. ഓക്കെ. ബാക്കിയുള്ളവരും കൂടിയും കഴിഞ്ഞാൽ അറിയിക്കും കേട്ടോ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ആവേണ്ട 5 പ്രോബ്ലം ആണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആവും ട്ടോ. കാരണം അതിനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഡിറ്റർമിനേഷൻ ഉണ്ടാവുക ഒരു ഹാബിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ. കംപ്ലീറ്റ് ആയാൽ അറിയിക്കും കേട്ടോ. റംഷിത മാം കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യട്ടോ. 75. 75. ഡിസിഷൻ കറക്റ്റ് ആവുന്നില്ല എന്നാണ് അല്ലേ? ഓക്കെ. ഓക്കെ. കംപ്ലീറ്റ് ആയോ? 5 കാര്യങ്ങൾ എഴുതിയോ?
ഓക്കെ, എന്ത് ചെയ്യാം? ഇനി ഇൻ കേസ് 5 കാര്യങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ആ 5 കാര്യങ്ങൾക്കുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കാം. കാരണം ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാലായിരിക്കും ഇത് ഇമ്പ്രൂവ് ചെയ്യണം, അത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാവാം. ഓക്കെ, അപ്പൊ അതിനുള്ള സ്പേസ് എന്ത് ചെയ്യാം? അവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എന്ത് ഹാബിറ്റ് ആയിരിക്കും നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടി വരിക എന്നുള്ളത് എന്ത് ചെയ്യാം? അതിന് നേരക്ക് നമ്മൾ എഴുതാം. ഓക്കെ, ഈ 5 പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എന്തായിരിക്കും, എന്ത് ഹാബിറ്റ് ആയിരിക്കും തുടങ്ങേണ്ടി വരിക? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ആവശ്യത്തിന് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എല്ലാത്തിനും സമയം തികയുന്നില്ല എന്ന് തോന്നുന്ന ആളാണെങ്കിൽ നേരത്തെ എണീക്കുക എന്നുള്ളതായിരിക്കും എന്ത് അവർക്ക് എന്ത് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റ്. ഇനി ഇപ്പം ഡിസിഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സെൽഫ് കെയർ കൂടുതൽ നടത്തേണ്ടി വരും. ഓക്കെ, സെൽഫ് കെയർ കൂടുതൽ നടത്തുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. കൂടുതൽ ക്ലാരിറ്റി കിട്ടുമ്പോൾ നല്ല ഡിസിഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ദിവസം എന്ത് ചെയ്യണം? ഞാൻ ടൈം മാറ്റി വെക്കണം, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറ്റണം എന്നുള്ളതായിരിക്കും അവിടെ ചെയ്യേണ്ടി വരിക. ഇനി ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ ആ ഹെൽത്ത് ഇഷ്യൂസ് പരിഹരിക്കാനായിട്ട് നമുക്ക് ഏത് ഹാബിറ്റ് ആണ് നല്ലത്, ഏതാണ് എടുക്കേണ്ടി വരിക എന്ന് ആലോചിക്കുക, അതെടുക്കുക. ഓക്കെ, അങ്ങനെ ഓരോ 5 എണ്ണത്തിന് നേരക്കും അതിന് നമ്മൾ തുടങ്ങേണ്ട ഹാബിറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, എഴുതിയതിനു ശേഷം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് ഇപ്പം ഡിസീസിന്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം. ചില ഡിസീസിലൊക്കെ നമുക്ക് ഡോക്ടേഴ്സ് പറയും, നിങ്ങൾ നേരത്തെ ഉറങ്ങുകയാണെങ്കിൽ ഈ ഒരു ഡിസീസിന് കുറയും. ഇപ്പൊ ഡൈജഷന്റെ ഇഷ്യൂസ് ഒക്കെ അങ്ങനെ വരാറുണ്ട് ഉറക്കം കുറഞ്ഞുകൊണ്ട്, അല്ലെ? അപ്പം അങ്ങനെ ഇപ്പം ഫുഡ് കഴിക്കുന്നതിൽ നമ്മൾ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഇപ്പം ഏതെങ്കിലും ഡയറ്റ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസീസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു ഹാബിറ്റ് ആയിട്ട് എടുക്കണം. കാരണം നമ്മൾ ചില ഡയറ്റുകൾ നമുക്ക് യൂസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് വളരെയധികം ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് ഹാബിറ്റ് ആക്കിയിട്ട് പതുക്കെ പതുക്കെ മാറ്റുമ്പം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഒരു ഹാബിറ്റ് എന്താണോ അത് എന്ത് ചെയ്യാം? കണ്ടെത്തുക, അതിന് നേരെ എഴുതുക. എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ബോക്സിൽ ഒരു തമ്പ് ഇടുക കേട്ടോ. ഡൺ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാലും മതി. കഴിഞ്ഞവര് മെസ്സേജ് ആയിക്കോട്ടോ.
റംഷിത മാം കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്ത്, നമുക്ക് പ്രോബ്ലംസ് മനസ്സിലായി. ഒന്നല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട പ്രോബ്ലംസ് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലായ എന്താണ്, അതിനുള്ള സൊല്യൂഷൻസ് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സൊല്യൂഷൻസ് എന്ത് ചെയ്യണം, നമ്മുടെ ഇനി നാളെ മുതലുള്ള ഡെയിലി ഹാബിറ്റ്സിൽ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹാബിറ്റ് പ്ലാനർ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, സ്ക്രീനിൽ ഒരു ഹാബിറ്റ് പ്ലാനർ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഹാബിറ്റ് പ്ലാനർ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു A4 ഷീറ്റിൽ നിങ്ങൾക്ക് ഇത് കോളൊക്കെ വരച്ചിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറിയിൽ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി അത് ഞാൻ ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പ്രശ്നം പതിയെ പതിയെ സോൾവ് ആവും നമുക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നാളെ തൊട്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ഹാബിറ്റ്സുകൾ തുടങ്ങി വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഹാബിറ്റ്സുകൾ തുടങ്ങി വെക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നേരത്തെ എണീക്കണം എന്നുള്ള ഒരു ഹാബിറ്റാണ് നമുക്ക് ഉള്ളതെങ്കിൽ ഒരിക്കലും 4 മണിക്ക് തന്നെ എണീക്കണം, 3 മണിക്ക് എണീക്കണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യരുത്, സെറ്റ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ എണീക്കണം. ഇപ്പൊ നമ്മൾ 7 മണിക്കാണ് എണീക്കുന്നതെങ്കിൽ അത് 6 മണിയാക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. കാരണം ചെറിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒന്നുകൂടി പോസിബിൾ ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. നമുക്ക് പറ്റും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് തുടങ്ങും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചു കാലം തുടരാനും പറ്റും. പിന്നെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് റിസൾട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരുമ്പം നമുക്ക് വലിയ വലിയ ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യാം, കൊണ്ടുവരാം. പക്ഷെ ആദ്യം തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ഹാബിറ്റ്, ഇന്റൻഷണൽ ഹാബിറ്റ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് അതിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, പതുക്കെ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, നല്ല റിസൾട്ടുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വലിയ ചേഞ്ചസ് എന്ത് ചെയ്യും, നമ്മൾ തന്നെ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഹാബിറ്റ് പ്ലാനർ നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനൊരു മോഡൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. അതനുസരിച്ച് ഒരു ഹാബിറ്റ് പ്ലാനർ എന്ത് ചെയ്യാം, നിങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഹാബിറ്റ് പ്ലാനറിന്റെ പിക്ചർ ഒരു മിനിറ്റ് ഇട്ടാ. ഓക്കെ, നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഒരു ഹാബിറ്റ് പ്ലാനർ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇപ്പം December 22, 23, 24, 25, ഇപ്പം നമ്മൾ ന്യൂ ഇയർ വരെയുള്ള എല്ലാ ഡേയിലും ഇങ്ങനെ കൊടുക്കുക. ഇനി ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ട് വരുന്ന ആ ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ഇപ്പം നേരത്തെ എണീക്കണം എന്നുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാ, ഞാനിപ്പോ 6 മണിക്കാണെങ്കിൽ അത് 5:30 ആക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാ, സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എനിക്ക് ഒന്നുകൂടി എനർജറ്റിക് ആവണം, ഒന്നുകൂടി ഹെൽത്തി ആവണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഞാൻ നാളെ മുതൽ എക്സസൈസ് ചെയ്യും എന്നുള്ള ഹാബിറ്റ് അവിടെ കൊടുത്തു. പിന്നെ ടു ഡു ലിസ്റ്റ്, ഓരോ ദിവസം ഇതിപ്പം ഞാൻ ഒരു റഫായിട്ട് ഉണ്ടാക്കിയതാണ്. ടു ഡു ലിസ്റ്റ് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ അറേഞ്ച് ആക്കി വെക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റും. അത് ആദ്യം ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അതാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഇത് ഞാൻ റഫായിട്ട് ചെയ്താട്ടോ. പിന്നെ എന്താണ് ഫോൺ യൂസേജ്. ഇപ്പൊ എന്റെ പ്രശ്നം, ഞാൻ കുറെ നേരം ഫോൺ യൂസ് ചെയ്തിട്ട് സമയം കളയാന്നുണ്ടാണെങ്കിൽ നാളെ മുതൽ 3 മണിക്കൂറിന് കൂടുതൽ ഞാൻ എന്ത് ചെയ്യില്ല, ഫോൺ യൂസ് ചെയ്യില്ല എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര സമയമാണ് ഒരു ദിവസം ഫോണിൽ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം 16 മണിക്കൂറാണ് നമ്മൾ ഉണർന്നിരിക്കുന്നത്. അതില് 6-7 മണിക്കൂർ ചിലപ്പോൾ നമ്മൾ ഫോണായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മളെ ഫോണില് അതിന്റെ സെറ്റിംഗ്സിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഡിറ്റർമിനഡ് ആയിട്ട് എന്ത് ചെയ്യാം, നാളെ മുതൽ 3 മണിക്കൂർ എന്ത് ചെയ്യുള്ളൂ, ഞാൻ മാക്സിമം എന്ത് ചെയ്യുള്ളൂ, ഫോൺ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കുന്നുണ്ടാവുക, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കിയിട്ട് അത് അവസാനം 3 മണിക്കൂർ വരെ ആയിട്ടുണ്ടാവും. അപ്പം അത് നാളെ മുതൽ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവാണ് എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, ദിവസത്തിന്റെ ഇടയിൽ നമ്മൾ കുറെ നേരം ഫോൺ യൂസ് ചെയ്യുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അയ്യോ എന്റെ ഹാബിറ്റിൽ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അപ്പൊ തന്നെ ഫോൺ അവിടെ എടുത്തേക്കും. ഓക്കെ, ഈ സംഭവമാണ് നമുക്ക് കിട്ടുക.
ഓക്കെ, ഇത് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഓവർ യൂസ് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഞാനത് ഹാബിറ്റായിട്ട് ചെയ്യുന്ന ഉറപ്പിച്ച കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ഫോൺ അവിടെ വെക്കും. ഓക്കെ, എങ്ങനെയാണ് എന്ത് ചെയ്യുക നമ്മൾ തുടങ്ങേണ്ടത്, മനസ്സിലായോ? പിന്നെ സെൽഫ് ടൈം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ക്ലാരിറ്റി ഇല്ല, ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഉള്ളിൽ ഹാപ്പിനെസ് ഇല്ല, അല്ലെങ്കിൽ ഫുള്ള് നെഗറ്റീവ് തോട്ട്സ് ആണ് ഉള്ളില്, അങ്ങനെ നമുക്ക് എനർജി ലോ ആണ്, ഒക്കെ ഒരു ആക്റ്റീവ്നെസ് ഇല്ല, അങ്ങനത്തെ ഫീലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ, അതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ, സെൽഫ് ടൈം നമ്മൾ ദിവസം കൊടുക്കുക എന്നുള്ള ഒരു ഹാബിറ്റ് ആക്കി മാറ്റണം. എല്ലാ ദിവസവും എന്ത് ചെയ്യും, ഞാൻ ഈ സമയം സെൽഫ് ടൈം ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ എന്ത് ചെയ്യും, സെൽഫ് ടൈം ആയിട്ട് കൊടുക്കും. ആ സമയത്ത് ഞാൻ എന്റെ സെൽഫിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നല്ല കാര്യങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയമാണ് സെൽഫ് ടൈം. അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ എനർജി, നമ്മുടെ ആക്റ്റീവ്നെസ് ഒക്കെ എന്ത് ചെയ്യും, പതിയെ 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 എന്ത് ചെയ്യും, തിരിച്ചു വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഒരു സൊല്യൂഷൻ. പിന്നെ സ്ലീപ്പ് അറ്റ് 10 PM. ഓക്കെ, എന്ത് ചെയ്യുക, നേരത്തെ കിടന്നുറങ്ങുക. അപ്പൊ ഇത് എന്താണ്, ഞാൻ റഫ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹാബിറ്റ് പ്ലാനർ ആണ്. ഇതുപോലെ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യൂ, ഒരു ഹാബിറ്റ് പ്ലാനർ സെറ്റ് ചെയ്യൂ. ഓക്കെ, സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം റഫായിട്ടോ സെറ്റ് ചെയ്യാം, പിന്നെ വേണമെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണം ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്തോളൂ, നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിക്കോളൂ. ന്യൂ ഇയർ മുതൽ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തേ പോകണം. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അറിയോ, ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് എന്ത് ചെയ്യും, ലൈഫിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പം December 31 വരെ ഇതുള്ളത്. ഇപ്പം December 31 ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ഞാൻ എന്താ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, അടുത്ത പ്രാവശ്യം ഹാബിറ്റ് പ്ലാനർ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ആ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഏതൊരു കാര്യമാണെങ്കിലും ഒരു 100 ഡേയ്സ് ഒക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ആവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ മേലെ ഒരു കോട്ട് കാണാണ്ടാവും. ഓക്കെ, ഒരു കോട്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മോട്ടിവേഷൻ ഈസ് വാട്ട് ഗെറ്റ്സ് യു സ്റ്റാർട്ടഡ്, ഹാബിറ്റ് ഈസ് വാട്ട് കീപ്സ് യു ഗോയിങ്. നിങ്ങൾക്ക് നന്നാവണമെന്നോ അല്ലെങ്കിൽ ജീവിതം മെച്ചപ്പെടണമെന്നോ പെട്ടെന്ന് ഒരു ആഗ്രഹം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലാസ് കേട്ടിട്ട് അങ്ങനെ തോന്നുകയാണെങ്കിൽ, ദാറ്റ് ഈസ് മോട്ടിവേഷൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആഗ്രഹം വരികയാണത്. ഓക്കെ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുൾ ആവും. പക്ഷേ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അതിന് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് നമ്മൾ എന്തേ ഹെൽപ്പ് ചെയ്യുള്ളൂ, നമ്മളത് ഹാബിറ്റ് ആക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമേ അതിന് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു സെൽഫ് കെയർ ചെയ്യണം എന്ന് പറഞ്ഞു. നിങ്ങൾ ആ ദിവസത്തിൽ എന്തായാലും ചെയ്യും, ഞാൻ എന്തായാലും ചെയ്ത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് എന്തായാലും ഇമ്പ്രൂവ് ആവണം, എനിക്ക് എന്തായാലും നല്ല എനർജി വേണം, നല്ല ഹാപ്പിനെസ് വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു തോട്ടായിരിക്കും നിങ്ങൾക്ക് ആ ദിവസം വന്നിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് എന്തുകൊണ്ടാണ്, നിങ്ങൾ അതിനെ ഹാബിറ്റ് ആക്കിയില്ല എന്നുള്ള പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഹാബിറ്റ് ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ തരുന്ന കോട്ട ഏതാണോ, അതെന്ത് ചെയ്യാം, ഈ ഹാബിറ്റ് പ്ലാനറിന്റെ മേലെ ഇതുപോലെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഉണർവ് തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ തോന്നിക്കുന്ന ഒരു കോട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഹാബിറ്റ് പ്ലാനറിന്റെ മേലെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഹാബിറ്റ് പ്ലാനർ എന്ത് ചെയ്യൂ, നിങ്ങൾ ഇപ്പം സെറ്റ് ചെയ്യൂ. നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ഹാബിറ്റ് അതിൽ എഴുതിയിട്ട് അതെന്ത് ചെയ്യൂ, സെറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് പറയാണ്, നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ ടാസ്കുകളൊന്നും കൊടുക്കരുത്. വിച്ച് മീൻസ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നേരത്തെ എണീക്കണം എന്നുള്ള ആള് 4 മണിക്ക് എണീക്കും എന്നുള്ള ശബ്ദമൊന്നും ആദ്യം എടുക്കരുത്. എന്ത് ചെയ്യാ, ആ നമ്മള് 5 മണിക്കോ 5:30ക്കോ ഒക്കെ എണീക്കും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഒന്നുകൂടി ഈസി ആവും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ 2 ദിവസം ചെയ്യും, മൂന്നാമത്തെ ദിവസം എന്തായിരിക്കും, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പൊ പതിയെ പതിയെ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ സെറ്റ് ആയിക്കോളൂ നിങ്ങളുടെ ഹാബിറ്റ് പ്ലാനർ.
കംപ്ലീറ്റ് ആയവര് ഡൺ എന്നുള്ളൊരു ഇതിൽ മെസ്സേജ് ഇടും കേട്ടോ. അല്ലാത്തവർക്ക് എത്ര സമയമാണോ വേണ്ടത് ആ സമയം എടുക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി ന്യൂ ഇയർ വരെയുള്ള ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അതിന്റെ പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഹാബിറ്റ് പ്ലാനറിന്റെ മേലെ ഞാൻ ഈ കോട്ട് കൊടുത്തതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള കോട്ട് കൊടുക്കാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഐ പ്രോമിസ് ടു മൈ സെൽഫ് ദാറ്റ് ഐ വിൽ ഡു ദിസ് ടാസ്ക് കൺസിസ്റ്റന്റ്ലി എന്നുള്ള രീതിയിൽ നമ്മൾ നമുക്ക് തന്നെ ഒരു പ്രോമിസ് കൊടുക്കുക. ഞാൻ എനിക്ക് തന്നെ എന്ത് ചെയ്യാണ്, പ്രോമിസ് കൊടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും, എന്ത് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഈ ഹാബിറ്റ് ഞാൻ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട്, വളരെ കറക്റ്റ് ആയിട്ട്, വളരെ തെറ്റിക്കാത്ത രീതിയിൽ ഞാൻ എന്ത് ചെയ്യും, ചെയ്യും. എല്ലാ ദിവസവും ഇതായിരിക്കും എന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ തന്നെ വേർഡ്സ് മേലെ എഴുതാം. കാരണം നിങ്ങളുടെ തന്നെ വേർഡ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ സമയത്ത് എനിക്ക് അത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള തോന്നൽ നമുക്ക് വരുന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രോമിസ് എന്ത് ചെയ്യാം, ഈ കോഡ്സ് പോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ ഡിറ്റർമിനേഷൻ കൂടാനായിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞു അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മളെ ന്യൂ ഇയർ വരെയുള്ള ഹാബിറ്റ് പ്ലാനർ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളൂ. ആകെ 5 ടാസ്കുകൾ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യാം, ഇതിൽ 6 നിങ്ങൾക്ക് 5 തന്നിട്ടുള്ളൂ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹാബിറ്റ്സ് എന്ത് ചെയ്യാം, നിങ്ങൾ ന്യൂ ഇയർ ഇപ്പൊ ഇനിയുള്ള 10 ദിവസം കറക്റ്റ് ആയിട്ട് ചെയ്തു പോവാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതെന്ത് ചെയ്തോളും, കൂടുതൽ ഇത് ചെയ്യാനായിട്ട് നിങ്ങളെ ഇൻസ്പയർ ചെയ്തോളും, നിങ്ങളെ പ്രചോദിപ്പിച്ചോളും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഉള്ള 10 ദിവസം ഈ ഹാബിറ്റ്സ് കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഉറപ്പുവരുത്താം. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. അതായത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാബിറ്റ് അങ്ങോട്ടൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാറ്റമൊക്കെ ചെയ്യാം. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യണം, നാളെ മുതൽ എന്ത് ചെയ്യണം, നമ്മള് ഈ ഹാബിറ്റുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തിയിട്ട് 10 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളിലും ഒരുപാട് ചേഞ്ചസ് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഇനി ഇങ്ങനെ ഒരു ഹാബിറ്റ് പ്ലാനർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക, നമ്മളത് ഒട്ടിച്ചു വെക്കുക. ഒരു A4 ഷീറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അതെന്ത് ചെയ്യുക, നമ്മൾ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കാം. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ നമുക്ക് കുറച്ച്, ഇപ്പൊ നാളെ മറ്റന്നാളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഹാബിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ അധികം ഓടൂല. ഓക്കെ, പക്ഷെ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ പറ്റി ഓർക്കും. ആ, ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലേക്ക് ഓർമ്മയായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇനി നിങ്ങൾ ഡയറിയിലാണെങ്കിൽ വെക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യും, ഇത് ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെ, ഏതൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തില്ല എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്ത് ചെയ്യാം, അതിന് നേരെ ടിക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിത് രാവിലെ 5 മണി 5:30 എണീക്കും എന്നുള്ളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇടാം, അല്ലെങ്കിൽ തെറ്റിടണം. നമ്മൾ തെറ്റ് ഇടണം അല്ലെങ്കിൽ ടിക്ക് ഇടണം. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്യാം, നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു പോവാം. ഓരോ ദിവസവും എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ടിക്ക് ഇടുമ്പം, ആക്ച്വലി നമ്മൾ ടിക്ക് ഇടുമ്പം നമ്മൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. മനസ്സിലായോ? നമ്മൾക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഒരു റിസൾട്ട്, ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ട്രോഫി നമുക്ക് കിട്ടുന്നത് പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ടിക്ക് ഇടുക. ഓക്കെ, നമ്മൾ സെൽഫ് അപ്രീസിയേഷൻ നടത്തുന്നത് പോലെയാണ്. ഓക്കെ, തെറ്റിടുക എന്ന് പറയുമ്പോഴോ, നമ്മൾ വിചാരിച്ചിരുന്നു അങ്ങനെ ചെയ്യണമെന്ന്, പക്ഷെ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമുക്ക് നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഓവർകം ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്തു, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം ടിക്ക് ഇടുമ്പം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്, തെറ്റിടുമ്പം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു പോവാം. ഓക്കെ, ഇനിയുള്ള 10 ദിവസം ഏതാണ് ഹാബിറ്റ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്, ആ ഹാബിറ്റ് കറക്റ്റ് ആയിട്ട് ചെയ്തു പോവാം. ഓക്കെ, ഇതിൽ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫ് കെയറിന്റെ ഹാബിറ്റ് എപ്പോഴും എന്ത് ചെയ്യുക, ഒരെണ്ണം അതായിട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ബെറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, 1, 2, 3 ദിവസം, 4-ാമത്തെ ദിവസം ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളിപ്പം എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും എവിടേക്കെങ്കിലും പോകാനുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും
ചില ഹാബിറ്റുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ വിട്ടുപോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആ, എന്റെ എല്ലാം തെറ്റി, ഞാൻ വിചാരിച്ചിരുന്നൊക്കെ തെറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? ഒരിക്കലും ഇരിക്കരുത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഒരിക്കൽ നിങ്ങളുടെ ഹാബിറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പിഴവ് പറ്റി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഇനി ഞാനൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, അത് നടക്കില്ല എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? എങ്ങനെയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് അതിന് വേണ്ടത്, ഈ ഹാബിറ്റ് പ്ലാനറിന്റെ കാര്യത്തിൽ വേണ്ടത്. കാരണം കൺസിസ്റ്റൻസി എന്ന് നമ്മൾ പറയുമല്ലോ, തുടർച്ച. കൺസിസ്റ്റൻസി ആണ് നമുക്ക് വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. നമ്മൾ കൺസിസ്റ്റൻസിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് എന്താണ്? ഒരു ദിവസം പോലും മുടങ്ങാതെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് പോവുക. അതാണ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി പറഞ്ഞാല്. ഓക്കെ, എന്നാൽ കൺസിസ്റ്റൻസിക്ക് ഏറ്റവും സ്ട്രെങ്ത് കിട്ടുന്നത്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് തെറ്റിക്കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സ്ട്രോങ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. ഓക്കെ, നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു പോവാണെങ്കിൽ നമുക്ക് ഈസിയാണ്. കാരണം എന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കത് ഫ്ലോയിലാണ്ട് വരും. പക്ഷെ അതിനിടയ്ക്ക് ഒരു ദിവസം തെറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാം പോയി എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ടിരിക്കുകയാണ് കൂടുതൽ ആൾക്കാരും ചെയ്യാം. ഓക്കെ, ഇനി ഞാനത് ചെയ്തിട്ട് കാര്യമില്ല എന്ന്. പക്ഷെ നിങ്ങൾ അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതെങ്ങനെ എനിക്ക് എത്രയും പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾ അത് തുടരുക. ഓക്കെ, അത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? തുടരാൻ പറ്റുന്ന സമയത്ത് എന്ത് ചെയ്യുക? തുടരുക. ഓക്കെ, അതാണ് എന്ത് ചെയ്യുക? സ്ട്രോങ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. ഇതാണ് പല ആൾക്കാർക്കും ഇല്ലാത്തത്. നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആവാനായിട്ട് നോക്കുക. ഓക്കെ, പക്ഷെ എപ്പോഴും പെർഫെക്ഷൻ ഓക്കെ അല്ല. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക? എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. പക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, എന്തെങ്കിലും അത്യാവശ്യം കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടാസ്കുകൾ മിസ്സായി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അത് എത്രയും പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് കൺസിസ്റ്റൻസിയുടെ വേറൊരു മീനിങ്. ഓക്കെ, ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, ഈ രണ്ട് രീതിയിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇത് ആഹ് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഡിസംബർ 31 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ന്യൂ ഇയർ ആണ് വരുന്നത് അല്ലെ? അപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടും, ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെയാണ് ഹാബിറ്റ് പ്ലാനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് കിട്ടും, നിങ്ങളായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ന്യൂ ഇയർ മുതൽ എന്ത് ചെയ്യാം? നിങ്ങൾ എന്ത് ചെയ്യാം? ഈ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ഈ ഹാബിറ്റ് പ്ലാനർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും? പുതിയ ഐഡിയാസ് ഒക്കെ വരുമ്പോൾ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഹാബിറ്റ് പ്ലാനർ എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ന്യൂ ഇയർ മുതൽ ഞാൻ എന്ത് ഹാബിറ്റ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും? നല്ല റിസൾട്ടുകൾ നിങ്ങളുടെ ലൈഫിൽ അതിനനുസരിച്ച് വരുന്നതാണ്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഹാബിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ ആ സെയിം ഹാബിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു 100 ഡേയ്സ് എങ്കിലും എന്ത് ചെയ്യുക? നമ്മുടെ ഹാബിറ്റ് പ്ലാനറിൽ ഉണ്ടാവാം. ഓക്കെ, ഒരു ഹാബിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ 100 ഡേയ്സ്, 100 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? അത് നമ്മളുടെ ഭാഗമായിട്ട് വരും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം വേറൊരു കാര്യം കൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 5 ഹാബിറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ 5 ഹാബിറ്റ് ചെയ്തിട്ട് ഒരു പരിചയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹാബിറ്റുകളുടെ എണ്ണം കൂട്ടാം. ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് എന്ത് ചെയ്യാം? കൂടുതൽ ഹാബിറ്റ് ഈ ഹാബിറ്റ് പ്ലാനറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൊണ്ടുവരാം. പക്ഷെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഹാബിറ്റ് പ്ലാനർ ഓരോ തവണ കഴിയുമ്പോഴും എന്ത് ചെയ്യുക? പുതിയത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ടിക്ക് ഇടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ അപ്രിസിയേഷൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തെറ്റിടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ഈ കാര്യത്തിൽ എനിക്ക് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ നമ്മൾ കുറെ തെറ്റ് കാണുമ്പോൾ എന്ത് ചെയ്യും? ആ, എന്റെ മൈൻഡാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ കൊണ്ടുവരും, സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കും. ഇത് എന്തായാലും ചെയ്യും, ഇതിൽ ഞാൻ എന്റെ ശ്രദ്ധ കൊടുക്കും എന്നുള്ള രീതിയിൽ. അതെന്ത് ചെയ്യും? നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത ദിവസം എന്ത് ചെയ്യും? ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ആ കാര്യം ഓർത്ത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ടിക്കും തെറ്റും ഇടണമെന്ന് പറയാൻ കാരണം. ഓക്കെ, ഈ ടിക്കും തെറ്റും എന്ത് ചെയ്യുന്നുണ്ട്? അപ്രിസിയേഷൻസും നിങ്ങൾക്ക് തിരിച്ചറിവും എന്ത് ചെയ്യുന്നുണ്ട്? തരുന്നുണ്ട്. ഓക്കെ, തെറ്റ് കുറെ കാണുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ കൺട്രോളിൽ അല്ലാതെ പോകുന്നുണ്ട്, മൈൻഡ് എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാളെ ഞാൻ എന്ത് ചെയ്യും? ഇത് തിരുത്തിയിട്ട് തെറ്റ് ശരിയിടും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും? സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നതാണ്. നമ്മളത് ശ്രദ്ധിക്കാതെ പോവാണെങ്കിൽ എന്ത് ചെയ്യില്ല? നമ്മളൊരു ഹാബിറ്റ് തുടങ്ങുകയില്ല, പുതിയൊരു മാറ്റം നമ്മുടെ ലൈഫിൽ വരികയില്ല. പക്ഷെ നമ്മൾ ഇന്റൻഷണൽ ആയിട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾക്ക് ഈ മാറ്റങ്ങൾ വേണം എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മുന്നേ വളരെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് ചെയ്തു തുടങ്ങാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ ടാസ്ക്. ഓക്കെ, ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതിന് മുന്നേ എന്ത് ചെയ്യണം?
ഞാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എത്രത്തോളം ഹാബിറ്റ് പ്ലാനറിൽ എത്രത്തോളം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയെന്നുള്ളത് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യാം ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇനി അപ്പം ന്യൂ ഇയറിന് മുന്നേ ഏറ്റവും പ്രിപ്പയർ ആവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഹാബിറ്റ് പ്ലാനർ. അപ്പം ഈ ദിവസങ്ങളിൽ ന്യൂ ഇയറിന് മുന്നേ ഉള്ള 10 ദിവസങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഇയർ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ എന്ത് ചെയ്യും, നിങ്ങളത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ റെഡി ആണോ എല്ലാവരും ഈ ഹാബിറ്റ് പ്ലാനർ കറക്റ്റ് ആയിട്ട് അതുവരെയുള്ള ദിവസങ്ങളിൽ ഫോളോ ചെയ്യാനായിട്ട്? ഓക്കെ, എന്തായാലും എന്ത് ചെയ്യൂ, ഓക്കെ മാക്സിമം ട്രൈ ചെയ്യൂ അല്ലെ. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യാ, ആ കാര്യത്തിൽ തന്നെ ഒന്നുകൂടിയും ചെറിയ ഇതിൽ പിടിക്കുക, ചെറിയതിൽ തുടങ്ങുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, അത് സ്റ്റാർട്ട് ചെയ്ത് വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹാബിറ്റ് പ്ലാൻ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ അപ്ഡേറ്റ് തരിക. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്സ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ബൈ എവറി വൺ, സി യു.